നമസ്കാരം. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിലെ 2 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. അതിലൂടെ വൈദ്യുതിയുടെ കാന്തിക ഫലം, അതായത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മൾ പരിചയപ്പെട്ടു, സോളിനോയിഡ്. സോളിനോയിഡ് ഉപയോഗിച്ച് നമ്മൾ കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രിക് മോട്ടോർ, വൈദ്യുത മോട്ടോർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വൈദ്യുത മോട്ടോറിന്റെ സാന്നിധ്യമില്ലാത്ത മേഖലകൾ വളരെ കുറവാണെന്ന് പറയാം. നമ്മുടെ വീട്ടിലാകട്ടെ മിക്സി, ഫാൻ, എയർ കണ്ടീഷണർ, ഇനി പുറത്തേക്ക് കടന്നാൽ ഫ്ലോർ മില്ലുകൾ, അങ്ങനെ നിരവധി, വേണ്ട പമ്പ് സെറ്റ് എടുക്കൂ, അവിടെ എല്ലാം നമുക്ക് എന്തുണ്ട്? മോട്ടോറിന്റെ സാന്നിധ്യമുണ്ട്. മോട്ടോർ ഉപയോഗിച്ചാണ് അവിടെയെല്ലാം നമ്മളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അപ്പോ മോട്ടോറിൽ നമുക്കറിയാം ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ലഭ്യമാകുന്നുണ്ട്. ഇത്തരം മോട്ടോറുകളിൽ വൈദ്യുതിയുടെ മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് മോട്ടോറിനെ കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട്. അതിനു മുൻപ് ഇത്തരം മോട്ടോറുകളിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. തുടർന്ന് മോട്ടോറിന്റെ പ്രവർത്തനം വിശദീകരിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാനൊരു ക്രമീകരണം വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഞാനൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ഒരു യു മാഗ്നറ്റ് ആണ് വെച്ചിട്ടുള്ളത്. യു മാഗ്നറ്റ്, നമുക്കറിയാം മാഗ്നറ്റിന്റെ ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഞാൻ അങ്ങനെ ഒരു മാഗ്നറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, അതിനിടയിൽ ആ 2 പോളുകൾക്കിടയിൽ ഒരു കോപ്പർ വയർ തൂക്കിയിട്ടിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംവിധാനങ്ങൾ വളരെ മൈക്രോസ്കോപ്പിക് ആണ്, അതേ ചെയ്യാൻ കഴിയൂ. ഞാനത് വലിയ രൂപത്തിൽ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്, തൽക്കാലം അത് മനസ്സിലാക്കുക. അപ്പോൾ പോളിനിടയിൽ ഒരു കോപ്പർ വയർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, നേരത്തെ വയറാണ്. അപ്പൊ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനവുമുണ്ട്. നമുക്ക് ഇതിലേക്ക് പവർ സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലൂടെ കറണ്ട് കൊടുക്കും. അപ്പോൾ കറണ്ട് കടത്തിവിടാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ സംവിധാനം നിങ്ങൾ നോക്കുക. ഒരു യു മാഗ്നറ്റ്, അതിന്റെ പോളുകൾക്കിടയിലാണ് ഞാൻ ഒരു കോപ്പർ വയർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഫിക്സ് ചെയ്തിട്ടില്ല, അത് മൂവബിൾ ആണ്, സ്വതന്ത്രമായി ചലിക്കാവുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ അതിലൂടെ കറണ്ട് കടത്തിവിടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ കോപ്പർ വയറിലേക്ക് നിങ്ങൾ നോക്കുക, കോപ്പർ റോഡിലേക്ക് നോക്കുക. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യിക്കുകയാണ്. ശ്രദ്ധിക്കണേ. കണ്ടു കാണും. ഒരിക്കൽ കൂടി അതിനെ ഞാൻ നിശ്ചലമാക്കി വെച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇപ്പൊ ഇതിലൂടെ കറണ്ട് ഒഴുകുന്നില്ല, ഞാൻ കറണ്ട് ഫ്ലോ ചെയ്യിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇപ്പോ നിങ്ങൾ എന്താണ് കണ്ടത്? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അവിടെ തൂക്കിയിട്ടിരുന്ന കോപ്പർ റോഡ്, കോപ്പർ വയർ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടു. അതായത് കോപ്പർ വയറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. അതിന് മെക്കാനിക്കൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. മെക്കാനിക്കൽ ഫോഴ്സ് കിട്ടിയപ്പോഴാണ് അത് ഡിഫ്ലക്ട് ചെയ്തത്, ഒരു സൈഡിലേക്ക് തെറിച്ചത് നിങ്ങൾ കണ്ടത്. അഥവാ അതിലൊരു തള്ളൽ ബലം അനുഭവപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ വലിവ് ബലം അനുഭവപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഒരു മാഗ്നറ്റിന്റെ സമീപത്ത് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതായത് ഒരു മാഗ്നറ്റിന് മറ്റൊരു മാഗ്നറ്റിൽ ഫോഴ്സ് പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ സമീപത്ത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഇരുമ്പ് പോലെയുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മാഗ്നറ്റ് അത്തരം വസ്തുക്കളിൽ ഫോഴ്സ് പ്രയോഗിക്കാറുണ്ട്. അത് നമുക്ക് പുതുമയുള്ള കാര്യമല്ല. ഇവിടെ നാം ചെയ്തത് എന്താണ്? സസ്പെൻഡ് ചെയ്തിരുന്നത് ഒരു കോപ്പർ വയറാണ്. കോപ്പർ റോഡ് എന്തല്ല, മാഗ്നറ്റുമല്ല, മാഗ്നറ്റിക് സബ്സ്റ്റൻസുമല്ല. പക്ഷെ അത് വെച്ചിരുന്നത് ഒരു മാഗ്നറ്റിന്റെ പോളുകൾക്കിടയിലാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിലാണ് കണ്ടക്ടർ വെച്ചിരുന്നത്. അതിലൂടെ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് അത് ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ടത്. അപ്പൊ നമുക്കിത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, എങ്ങനെയുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ? മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ placed in a magnetic field experiences a force.
ഇത്തരത്തിൽ ഫോഴ്സ് ഉണ്ടാകുന്ന ഇതിന് പറയുന്ന പേരാണ് മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ. നമുക്ക് വിശദമായി പറയാം. ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? വൈദ്യുതവാഹിയായ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കപ്പെടും അഥവാ ആ കണ്ടക്ടർ ഒരു ഫോഴ്സിന് വിധേയമാകും. ഇത്തരത്തിൽ ഫോഴ്സ് ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുക? മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. നമുക്ക് നമ്മൾ ആ ചെയ്ത പ്രവർത്തനം ഒരിക്കൽ കൂടി കണ്ട് മറ്റൊരു കാര്യം കൂടി അതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നോക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം ഒരിക്കൽ കൂടി ചെയ്യുകയാണ്. നിങ്ങൾ ഈ തവണ ശ്രദ്ധിക്കേണ്ടത്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ഇതിപ്പോ ഇതിനകത്ത് കിടക്കുക ഏത് ദിശയിലാണ് ഡിഫ്ലക്ട് ചെയ്തത് ശ്രദ്ധിച്ചോളുക. അതായത് ഈ യു മാഗ്നറ്റിൽ നിന്ന് പുറത്തേക്കാണോ അല്ലെങ്കിൽ മാഗ്നറ്റിനകത്തേക്കാണോ തെറിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്നു. ശ്രദ്ധയോടെ നോക്കുക. കണ്ടു കാണും. ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോ മാഗ്നറ്റിന്റെ അകത്താണ് കിടക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യു മാഗ്നറ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്കാണോ അതിനകത്തേക്കാണോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കൂ, വളരെ വ്യക്തമാണ്. എന്താണ് കണ്ടത്? മാഗ്നറ്റിൽ നിന്നും വെളിയിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ മാഗ്നറ്റ് ഒന്ന് തിരിച്ചു വെക്കുകയാണ്. ഇപ്പോ നോക്കൂ, ശ്രദ്ധിക്കണേ. നോർത്ത് പോള് മുകളിലും സൗത്ത് പോള് താഴെയുമായിരുന്നു. ഈ ഡോട്ട് ഇട്ടതാണ് നോർത്ത് പോള്. ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ഇങ്ങനെ വെച്ചപ്പോഴാണ് ഈ കോപ്പർ വയർ പുറത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടത്. ഞാനിത് തിരിച്ചു വയ്ക്കുന്നത് ഇങ്ങനെ വയ്ക്കുന്നു. അഥവാ നോർത്ത് പോൾ താഴെയും സൗത്ത് പോൾ മുകളിലുമാക്കി വെച്ചുകൊണ്ട് ഇതേ പ്രവർത്തനം ഒരിക്കൽ കൂടി ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ നോക്കുക. സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. തൊട്ടു മുൻപ് അത് ഔട്ട്വേർഡ് ഡിറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്തത്. ഇപ്പോഴത്തെ കാര്യം നോക്കുക. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഒന്നുകൂടി കാണിക്കാം. ചലനം അവസാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കറണ്ട് കടത്തി വിടുന്നു. ഓക്കെ, എന്താണ് കണ്ടത്? ഇപ്പോൾ നമ്മൾ കണ്ട കാര്യം എന്താ? നേരത്തെ ഏത് ദിശയിലാണോ അത് ഡിഫ്ലക്ട് ചെയ്തത് അതിന്റെ നേരെ വിപരീത ദിശയിലാണ് അത് ഡിഫ്ലക്ട് ചെയ്തത്. നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ എന്താ മാറ്റിയത്? മാഗ്നറ്റിന്റെ പോൾസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട്. നേരത്തെ ഒന്നാമത്തെ കേസിൽ ഞാൻ ഇങ്ങനെയാണ് വെച്ചത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. അങ്ങനെ വെച്ചപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴേക്കായിരുന്നു. അതിനിടയിലാണ് കമ്പി വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനം നടത്തിയത്. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു? ഇങ്ങനെ വെച്ചു. ഇപ്പോൾ നോർത്ത് താഴെയും സൗത്ത് മുകളിലുമാണ്. മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വിശദമായിട്ട് പിന്നീട് പറയാം. നമ്മൾ കണ്ട കാര്യം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനിൽ മാറ്റം വരുത്തിയപ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ പോളുകൾ പരസ്പരം മാറ്റിവെച്ചപ്പോൾ ഡിഫ്ലക്ഷന്റെ ദിശയും മാറി. അതിനർത്ഥം കോപ്പർ വയറിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സിന്റെ ഡിറക്ഷനും മാറി എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. എങ്ങനെയുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ? മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ മാറുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ മാറുന്നുണ്ട്, അഥവാ അതിൽ പ്രയോഗിക്കപ്പെടുന്ന അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ദിശയും മാറുന്നുണ്ട്. അപ്പോ ഫോഴ്സിന്റെ ദിശയെ നിർണയിക്കുന്നതിൽ മാഗ്നറ്റിക് ഫീൽഡിന് പങ്കുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക. ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം കൂടി ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ അതിലേക്ക് കറണ്ട് കടത്തി വിട്ടിട്ടുണ്ട്. ഞാൻ കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു. അതായത് പോസിറ്റീവും നെഗറ്റീവും പരസ്പരം മാറ്റി കൊടുക്കുന്നു. അപ്പോൾ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ദിശ മാറും.
കറണ്ടിന്റെ ദിശ മാറുമ്പോൾ ഡിഫ്ലക്ഷൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ ഇവിടെ പോസിറ്റീവ് ആണ് കൊടുത്തത്. അപ്പോൾ പോസിറ്റീവ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, പോസിറ്റീവിൽ നിന്നാണ് കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്ത് ഇങ്ങനെയാണ് കടന്നു പോയത്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് ഇത് സപ്പോർട്ടിംഗ് വയറാണ് കേട്ടോ, ഇതിൽ കറണ്ട് അത് പോകുന്നില്ല. വളരെ നേരത്തെ വയറാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വന്ന് പോസിറ്റീവിലൂടെ കടന്ന് ഇങ്ങോട്ട് പോയി ഈ വയർ വഴിയാണ് പുറത്തേക്ക് പോയത്. അപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടത്? ഡിഫ്ലക്ഷൻ എന്ന് നിങ്ങൾ നോക്കണം, അകത്തേക്കാണ് കേട്ടോ ഡിഫ്ലക്ഷൻ. ഈ അവസ്ഥയിൽ ഡിഫ്ലക്ഷൻ അകത്തേക്കായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റ് മാറ്റുന്നില്ല, പൊളാരിറ്റി പരസ്പരം മാറ്റി കൊടുക്കുകയാണ്. അതായത് നെഗറ്റീവ് ഞാൻ ഈ ഭാഗത്ത് കണക്ട് ചെയ്യുന്നു, ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു, ഇവിടെ പോസിറ്റീവ് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ പരസ്പരം മാറ്റി കൊടുത്തു കേട്ടോ. ഞാനിപ്പോ ഇവിടെ പോസിറ്റീവ് കൊടുത്തത്. അപ്പൊ കറണ്ട് നോക്കണേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയതുകൊണ്ട് കറണ്ട് ഈ കമ്പിയിലൂടെ, നേരത്തെ കമ്പിയാണ്, ഈ കമ്പിയിലൂടെ വന്ന് ഇങ്ങോട്ട് കടന്നാണ് പോവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നേരത്തെ കറണ്ട് ഫ്ലോ ചെയ്തത് അങ്ങോട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുൻപ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ മാഗ്നറ്റിന് അകത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത്. ഇപ്പോഴുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. സ്വിച്ച് ഞാൻ ഓൺ ചെയ്യുകയാണ്, ഡിഫ്ലക്ഷൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കണ്ടല്ലോ, ഒന്നുകൂടെ കാണിക്കാം. കറണ്ട് റിവേഴ്സ് ചെയ്യുന്നു, ഡിഫ്ലക്ഷന്റെ ദിശയിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പുറത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ മനസ്സിലായ കാര്യം എന്താണ്? ഇവിടെ നാം ചെയ്തത് കറണ്ടിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്തു. കറണ്ടിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പോഴും എന്തുണ്ടാകുന്നുണ്ട്? ഡിഫ്ലക്ഷന്റെ ദിശ മാറുന്നുണ്ട്. അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡിറക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് ഫീൽഡിന്റെ ഡിറക്ഷനാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനാണ്. രണ്ട്, കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡിറക്ഷനാണ്. ഏത് ദിശയിലാണ് കറണ്ട് ഒഴുകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകും. അഥവാ കണ്ടക്ടർ ചലിക്കുന്ന ദിശയിലും മാറ്റമുണ്ടാകും. ഞാനിപ്പോ എക്സ്പെരിമെന്റ് യു മാഗ്നറ്റ് വെച്ചാണ് ചെയ്തത്. പുസ്തകത്തിൽ അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ പവർഫുൾ ആയിട്ടുള്ള യു മാഗ്നറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്ത പ്രവർത്തനം ഒന്നുകൂടി നിങ്ങളെ കാണിക്കാം. എന്റെ കയ്യിൽ കുറച്ചുകൂടെ ശക്തിയുള്ള മാഗ്നറ്റ് അവൈലബിൾ ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഞാൻ 2 ഡിസ്ക് ടൈപ്പ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ചുമപ്പടയാളം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് നോർത്ത് പോൾ ആണ്. സ്വാഭാവികമായും ഇവിടെ സൗത്ത് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു മാഗ്നറ്റ് വെച്ചു, ഇത് നോർത്ത് സൗത്ത്. അപ്പോ ഇവിടെ ഈ ഗ്യാപ്പിലാണ് ഞാൻ കണ്ടക്ടർ വെക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ നോർത്തും ഇവിടെ സൗത്തുമാണ്. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അപ്പോ നേരത്തെ നമ്മൾ യു മാഗ്നറ്റ് ഉപയോഗിച്ച് വ്യത്യസ്ത പോളുകൾക്കിടയിൽ കണ്ടക്ടർ വെച്ചതുപോലെ തന്നെ 2 മാഗ്നറ്റ് വെച്ച് ഇതേ പ്രവർത്തനം ഒരിക്കൽ കൂടി ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായി ഇതിന് ഡിഫ്ലക്ഷൻ കാണാം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനുവേണ്ടി ഇതുകൂടെ വെച്ച് നിങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി അടുത്ത സെഷനിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞു മനസ്സിലായി കാണും. ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ സ്വാഭാവികമായി സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ 2 പോളുകൾക്കിടയിൽ ഞാൻ ഇതേ കണ്ടക്ടർ വെച്ച് ഒരിക്കൽ കൂടി ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ചെയ്ത പ്രവർത്തനം തന്നെയാണ് ഒരിക്കൽ കൂടി ചെയ്യുന്നു. കുറച്ചുകൂടെ പവർഫുൾ മാഗ്നറ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുക, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്തേക്കുക, എങ്ങോട്ടാണെന്ന് നോക്കി വെക്കുക. കുറച്ചുകൂടി ശക്തമായി പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് നിന്നത്, ഇപ്പോഴും തള്ളിയാണ് നിൽക്കുന്നത്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അത് പഴയ സ്ഥലത്തേക്ക് പോകും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, പുറത്തേക്കാണ് കേട്ടോ, പുറത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഓക്കെ, കണ്ടതാണ്. ഇനി ഞാനത് തിരിച്ചു വയ്ക്കുന്നു. തിരിച്ചു വയ്ക്കുമ്പോൾ പൊളാരിറ്റി മാറും. പൊളാരിറ്റി മാറുമ്പോൾ ഡിഫ്ലക്ഷൻ ദിശ മാറുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്നു. വ്യക്തമായി കാണാം, അകത്തേക്കാണ് ഇത്തവണ ഡിഫ്ലക്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണിത്? മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും.
അത് ഒരു ഫ്രീ കണ്ടക്ടർ ആണെങ്കിൽ, മൂവബിൾ കണ്ടക്ടർ ആണെങ്കിൽ അത് ഫോഴ്സിന്റെ ദിശയിൽ ചലിക്കുകയും ചെയ്യും. പിന്നെ മനസ്സിലാക്കിയത് എന്താണ്? അങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ദിശ അഥവാ ചലന ദിശ കറന്റിന്റെ ഡിറക്ഷനെയും, അതായത് കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തി വിടുമ്പോഴാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക, ഫോഴ്സ് ഉണ്ടാവുക, കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ദിശയെയും, രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുക, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെയും ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ അടുത്തൊരു ഭാഗം പഠിക്കാനുള്ളത്, കറണ്ടിന്റെ ദിശ മാറുമ്പോൾ ഫോഴ്സിന്റെ ദിശ മാറും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ മാറുമ്പോഴും ഫോഴ്സിന്റെ ദിശ മാറും. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനും കറന്റിന്റെ ഡിറക്ഷനും നമുക്കറിയാമെങ്കിൽ ഫോഴ്സിന്റെ ദിശ പ്രെഡിക്റ്റ് ചെയ്യുവാനുള്ള ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ഇനി നമ്മൾ പരിചയപ്പെടുക. ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്താണ് ഫോഴ്സിന്റെ ദിശ കണ്ടുപിടിച്ചത്. അത് ചലിക്കുന്ന ദിശ നോക്കി ഫോഴ്സിന്റെ ദിശ മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകും, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചിരുന്നു. അതെന്തിനുള്ളതായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കാണാനാണ് നമ്മൾ അവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചത്. ഇനി നമ്മൾ പുതിയ റൂള് പഠിക്കുന്നുണ്ട്. ആ റൂളിന്റെ ഉപയോഗം ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, എങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ്? മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡിറക്ഷൻ കാണാൻ സഹായിക്കുന്ന ഒരു പുതിയ നിയമത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ആദ്യം നിങ്ങളെ ആ നിയമം പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം നമ്മൾ അത് പ്രവർത്തിപ്പിച്ച് കാണിക്കാനാണ് പോകുന്നത്. അപ്പോ നിയമത്തിന്റെ പേര് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം. ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം എന്നാണ് അതിന്റെ പേര്. ആ നിയമം ഒന്ന് മനസ്സിലാക്കുക. ആ നിയമം പറയുന്നത്, ഇടത് കൈയുടെ 3 വിരലുകൾ ഇങ്ങനെ നിവർത്തുക. ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി നിവർത്തി വെക്കുക. നോക്കൂ, ഇത് തമ്മിലുള്ള ആംഗിൾ 90 ആണ്, ഇത് തമ്മിൽ 90 ആണ്, പരസ്പരം എല്ലാം 90 ആണ്. ഇങ്ങനെ 3 വിരലുകൾ നിവർത്തി പിടിക്കുക. ശ്രദ്ധിക്കണം, ഇടത് കൈയാണ്. ഇടത് കൈയുടെ അപ്പോ സ്ട്രെച്ച് ഔട്ട് ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഇൻ ദിസ് മാനർ, ദാറ്റ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷൻ. എന്നിട്ട് ആ നിയമം പറയുന്നത്, ഇതിൽ ചൂണ്ടുവിരൽ ഫോർ ഫിംഗർ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയിലും കറണ്ടിന്റെ ദിശയിലേക്ക് മിഡിൽ ഫിംഗറും വെച്ചാൽ തമ്പ് എങ്ങോട്ട് ചൂണ്ടി നിൽക്കുന്നുവോ അത് ഫോഴ്സിന്റെ ദിശയെ സൂചിപ്പിക്കുമെന്നാണ്. അപ്പോ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അവിടെ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത് എവിടെയാണെന്ന് പ്രവചിക്കാൻ എന്ത് ചെയ്താൽ മതി? അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലേക്ക് ചൂണ്ടുവിരൽ നീട്ടിപ്പിടിക്കുക. അവിടെയുള്ള കണ്ടക്ടർ ദിശയിലേക്ക് നടുവിരൽ വെക്കുക. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് തമ്പ് നിവർത്തുക. അപ്പൊ തമ്പ് ഏത് ദിശയിലേക്കാണ് ചൂണ്ടി നിൽക്കുക, അത് ആ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ദിശയെ സൂചിപ്പിക്കും. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അതിന്റെ നിർവചനം നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് ബോക്സിൽ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ആ നിർവചനം കാണാം. അത് പഠിക്കുകയും ചെയ്യണം. അതിലുപരി നമുക്കത് കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യണം. അപ്പൊ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഫീൽഡ്, കറന്റ്, ഫോഴ്സ്. ഫീൽഡിന്റെ ദിശ, കറണ്ടിന്റെ ദിശ, ഫോഴ്സിന്റെ ദിശ. ഇതാണ് ഓർക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോഴ്സ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പരീക്ഷണം ഒരിക്കൽ കൂടി ചെയ്ത് നമ്മളുടെ അത് ശരിയാണെന്ന് പരിശോധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ക്രമീകരണം നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് പഠിച്ചത്. അതുപയോഗിച്ച് നമുക്ക് 1-2 കേസിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ദിശയൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ യഥാർത്ഥ സംവിധാനം വെച്ചിട്ടല്ല, ഒരു മോഡൽ വെച്ചിട്ടാണ് ചെയ്യുക. അതിനുശേഷം നമുക്ക് യഥാർത്ഥ രീതിയിൽ കറണ്ട് കടത്തിവിട്ട് പരിശോധിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു മാതൃകയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കണ്ടക്ടിങ് റോഡ്, അതിലേക്ക് കണക്ഷൻ കൊടുത്ത് സങ്കല്പിച്ചിരിക്കുന്നു. തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഒരു റെഡാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ പോസിറ്റീവ് കൊടുത്തു. നിങ്ങൾ സങ്കല്പിക്കേണ്ടതാണ്, പോസിറ്റീവിലൂടെ കറണ്ട് കടന്നു വന്ന് ഇതിലെ വന്ന് കറണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ദിശ ഇതാണെന്നറിയാം. ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഞാൻ സൗകര്യത്തിന് വേണ്ടി 2 മാഗ്നറ്റുകൾ, ഞാനിവിടെ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ താഴെയുണ്ട്, ഇവിടെ സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ ഇപ്പോൾ എവിടെ ഇരിക്കുക? മുകളിൽ നോർത്ത് പോൾ ഉണ്ട്, താഴെ സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണമെങ്കിൽ എന്തറിയണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ അറിയണം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ എന്തെന്നറിയണം, കറണ്ടിന്റെ ദിശയും അറിയണം.
അപ്പോൾ ഞാൻ ഇവിടുത്തെ ക്രമീകരണം നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഞാൻ പറഞ്ഞു താഴെ നോർത്ത് സൗത്ത്, ഇതാണ് ഇതിന്റെ പിക്ചർ ആയിട്ട് വിചാരിക്കുക. അപ്പോ സൗത്ത് ഇവിടെ, അതിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു, നോർത്ത് താഴേക്ക് ഫീൽഡ് സൗത്തിലെത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ കണ്ടക്ടർ ഇരിക്കുന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കാണ് അർത്ഥം. മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴേക്കാണ്. നമുക്ക് വിരൽ നിവർത്തി പിടിക്കാനുള്ളതാണ്, അത് ഓർക്കുക. പിന്നെ ഞാൻ ഇവിടെ പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ കറണ്ട് ഇവിടെ ഇങ്ങോട്ടുമാണ്. അപ്പൊ ഈ ക്രമീകരണം ഇങ്ങനെ ചെയ്താൽ ഇവിടെ പോസിറ്റീവ് കൊടുത്ത് ഇതിലൂടെ കറണ്ട് ഇങ്ങനെ കടത്തിവിട്ട് ഇത്തരത്തിൽ ഒരു മാഗ്നറ്റ് ക്രമീകരിച്ചാൽ ഇതെങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്ന് നമ്മൾ പരിശോധിക്കാനാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ പിടിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് നിന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നിവർത്തണം, ഞാൻ എന്റെ മിഡിൽ ഫിംഗർ നിവർത്തണം. എങ്ങോട്ട് നിവർത്തി? കറണ്ടിന്റെ ദിശയിൽ. ഇതാ ഇങ്ങനെ നിവർത്തി. ഇപ്പൊ നിങ്ങൾ എന്റെ 2 വിരലും നോക്കുക, 2 വിരലിലേക്ക് നോക്കുക. 4 ഫിംഗർ ചൂണ്ടി നിൽക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയിലാണ്, മിഡിൽ ഫിംഗർ ചൂണ്ടിയിരിക്കുന്നത് കറണ്ടിന്റെ ദിശയിലാണ്, കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്ന ദിശയിലാണ്. ഞാൻ ഇതിന്റെ തമ്പ് നിവർത്താൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ തമ്പ് ഇങ്ങോട്ടാണ് ചൂണ്ടി നിൽക്കുന്നത്. അഥവാ ഇങ്ങനൊരു ക്രമീകരണം വെച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ ഈ കണ്ടക്ടർ പുറത്തേക്ക് തെറിക്കുകയായിരിക്കും ചെയ്യുക. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, പരീക്ഷ ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്, ചിത്രം തന്നിട്ട് ഡിഫ്ലക്ഷന്റെ ദിശ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് തിരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ തിരിച്ചു കൊടുത്ത് സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു ഡിഫ്ലക്ഷൻ പുറത്തേക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ഇതിന് മാഗ്നറ്റ് തിരിച്ചു വെക്കുന്നത് വിചാരിക്കുക. ഇതെങ്ങനെ വെച്ചു എന്ന് പറഞ്ഞാൽ സൗത്ത് താഴെ ഇങ്ങനെ വെച്ചു, ദെൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, അപ്പോ താഴെ നോർത്ത്, മുകളിൽ സൗത്ത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, മുകളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ നിയമം വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ദിശ മാത്രമേ മാറിയിട്ടുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഞാൻ എന്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിൽ പിടിക്കുന്നു. ഇനി കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് നമ്മൾ നേരത്തെ ഇങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ചു. എന്റെ 2 വിരൽ നോക്കുക, എന്റെ ചൂണ്ടുവിരൽ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലാണ്, മിഡിൽ ഫിംഗർ ഞാൻ തമ്പ് നിവർത്തുക. തമ്പ് നോക്കൂ, തമ്പ് അങ്ങോട്ട് ചൂണ്ടി നിൽക്കുക. എന്ത് കാണുന്നു? അങ്ങോട്ട് ചൂണ്ടി നിൽക്കുന്നു. അതിനർത്ഥം എന്താ? ഇങ്ങനെയാണ് ക്രമീകരിക്കുന്നതെങ്കിൽ, അതായത് മാഗ്നറ്റിനെ റിവേഴ്സ് ചെയ്താൽ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും. നമ്മൾ പരീക്ഷണത്തിൽ കണ്ടതാണത് ഓപ്പോസിറ്റ് ആകുന്നത്. മാഗ്നറ്റിനെ പൊളാരിറ്റി തിരിച്ചു വെച്ചാൽ ഡിഫ്ലക്ഷൻ ദിശയും മാറും, ഫോഴ്സിന്റെ ദിശയും മാറും. ഇനി നമുക്ക് എന്താ സാധ്യതയുള്ളത്? കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെയാണ് നമുക്ക് നേരെ പോസിറ്റീവ് കൊടുത്തത്. ഇനി ഇവിടെ പോസിറ്റീവ് ഇവിടെ കൊടുത്തു, പോസിറ്റീവ് ഇവിടെ കൊടുത്തു, നെഗറ്റീവ് ഇവിടെയും കൊടുക്കുന്നു. കണക്ഷൻ കൊടുക്കുന്നില്ല കേട്ടോ, ഒരു മാതൃക കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് ദിശ ഒന്നും മാറ്റുന്നില്ല, പഴയതുപോലെ തന്നെയാണ്. നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. അത് നിങ്ങൾ നോക്കേണ്ടത് ഈ കണ്ടക്ടർ ഇരിക്കുന്ന ഭാഗത്തെ നോക്കേണ്ടത് കേട്ടോ. അപ്പോ ചിത്രത്തിൽ കാണിച്ചാൽ ഇതാണിപ്പോ സിറ്റുവേഷൻ, ഇതാണ് സിറ്റുവേഷൻ. ഇത് നോർത്ത്, ഇത് സൗത്ത്. നോർത്തിന് സൗത്തിനിടയിലാണ് നമ്മൾ കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. അതായത് നൗ മാഗ്നറ്റിക് ഫീൽഡ് അടിയിൽ നിന്നും മുകളിലേക്കാണ്. ഇനിയോ കറണ്ട് ഇവിടെ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറണ്ട് ഇതിലെ വന്ന് കണ്ടക്ടിങ് വയറിലൂടെ ഇതിലെ വന്ന് കടന്നു പോവുകയും ചെയ്യുക. അപ്പൊ നമ്മുടെ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നത് ഈ ദിശയിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കുമാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിൽ പിടിക്കണമെന്നാണ്. ഞാൻ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിൽ പിടിച്ചു. കറണ്ടിന്റെ ദിശയിലേക്ക് മിഡിൽ ഫിംഗർ പിടിക്കണം, നടുവിരൽ പിടിച്ചു. ദെൻ തമ്പ് നിവർത്തുന്നു, തമ്പ് പുറത്തേക്കാണ് തള്ളി നിൽക്കുക. ഇതിനർത്ഥം എന്താണ്? ഈ രീതിയിലാണ് ക്രമീകരിക്കുന്നതെങ്കിൽ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം കണ്ടക്ടറിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ടർ ചലിക്കുന്ന ദിശ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നടത്തിയ പ്രവചനം അനുസരിച്ച് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നേരത്തെ ചെയ്ത പ്രവർത്തനം ഒന്നുകൂടി ചെയ്ത് ഉറപ്പുവരുത്താം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തോളൂ? ദിശ മാറുന്നത് ജസ്റ്റ് ശ്രദ്ധിച്ച് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണോ ഡിഫ്ലക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചലനദിശ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനുശേഷം പ്രവർത്തിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രവചിച്ചതിനനുസരിച്ചാണോ അത് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രവചനം അനുസരിക്കുന്നുണ്ടോ നമ്മുടെ കണ്ടക്ടർ നാം പരിശോധിക്കാൻ പോകുന്നത്. ക്രമീകരണം ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് നോർത്ത് മുകളിലാണ് വെച്ചിരിക്കുന്നത്. നോർത്ത് പോൾ മുകളിൽ, താഴെ സൗത്ത് പോൾ. ഇങ്ങനെ ഇരിക്കുക. ഇനി ചിത്രത്തിലേക്ക് നോക്കുക. ഇതെങ്ങനെ ഇരിക്കുക? ഓർമ്മ വേണേ, നോർത്ത് മുകളിൽ, സൗത്ത് താഴെ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മുകളിൽ നിന്ന് താഴേക്കാണ്. ഇനി ഞാനിപ്പോ ഇവിടെ ഈ ഭാഗത്ത് പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പോസിറ്റീവാണ്. അപ്പോൾ കറണ്ട് ഇതിലെ ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പൊ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ നിയമം അനുസരിച്ച് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മുകളിൽ നിന്ന് താഴേക്കാണ്. റൂൾ അപ്ലൈ ചെയ്യാണ്. സംവിധാനത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലേക്ക് ഞാൻ എൻ്റെ 4 ഫിംഗർ പിടിക്കുന്നു. ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചു. എന്നാൽ നിങ്ങൾ 2 വിരൽ നോക്കുക. 2 വിരലിൽ 4 ഫിംഗർ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലാണ്. മിഡിൽ ഫിംഗർ ഇരിക്കുന്നത് കറണ്ട് ദിശയിൽ. ഞാൻ ഇനി ചെയ്യാൻ പോണ് എൻ്റെ തമ്പ് നിവർത്തുകയാണ്. തമ്പ് വെളിയിലേക്കാണ് ചൂണ്ടി നിൽക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഈ ക്രമീകരണം പ്രവർത്തിപ്പിച്ചാൽ, സ്വിച്ച് ഓൺ ചെയ്താൽ കണ്ടക്ടർ പുറത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുമെന്നാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മുടെ പ്രവചനം ശരിയാണോ എന്ന്. പുറത്തേക്കാണോ അകത്തേക്കാണോ നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടു കാണും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുറത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത്. ഒന്നുകൂടി നോക്കൂ. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓക്കെ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നുമുണ്ട്. ഓഫ് ചെയ്യുന്നു. ഇനി ഞാൻ പൊളാരിറ്റി തിരിച്ചു വയ്ക്കുന്നു. മാഗ്നറ്റിന്റെ പോൾസ് പരസ്പരം തിരിച്ചു വയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ സൗത്ത് മുകളിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുക. ഈ ചിത്രത്തിൽ ഇതുപോലെയാണ് ഇരിക്കുക. സൗത്ത് മുകളിൽ, നോർത്ത് താഴെ. കറണ്ട് പഴയതുപോലെ തന്നെ. പോസിറ്റീവ് ഇവിടെയാണ്. അപ്പോൾ കറണ്ട് ഇതിലെ വന്നിങ്ങോട്ട് പോകുക. അപ്പോൾ എന്ത് ചെയ്തില്ല? മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കറണ്ട് ദിശ പഴയത് തന്നെ. നമുക്ക് വീണ്ടും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഡിഫ്ലക്ട് ചെയ്യുന്ന ദിശ നമുക്കൊന്ന് പ്രവചനം നടത്താം. എന്നിട്ട് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് താഴെ, സൗത്ത്. അപ്പോൾ ഫീൽഡ് മുകളിലേക്കാണ്. ഫീൽഡ് മുകളിലേക്കാണ്. കറണ്ടോ? കറണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ പിടിച്ചു. നോക്കൂ, എന്റെ 2 വിരൽ നിങ്ങൾ നോക്കണം. ചുണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലാണ്. നടുവിരൽ ഇങ്ങോട്ടാണ്. ഞാൻ എന്റെ തമ്പ് നിവർത്തുകയാണ്. തമ്പ് അങ്ങോട്ടാണ് ചൂണ്ടി നിൽക്കുക. അതായത് യു മാഗ്നറ്റിന് അകത്തേക്കാണ് ചൂണ്ടി നിൽക്കുക. അതായത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടത് മാഗ്നറ്റിന് അകത്തേക്കാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെയാണോ നോക്കുക. കണ്ടു കാണും. നിർത്തുന്നു. ഒരിക്കൽ കൂടി എൻഡിലാണ് ഇത് കിടക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. അത് അകത്തേക്ക് അല്പം ചരിഞ്ഞിരിക്കുന്നത് കാണാം. മാത്രവുമല്ല അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും കാണാം. ഞാൻ ഒരു മാറ്റം കൂടി ഇപ്പോൾ വരുത്തി. ഞാൻ പോസിറ്റീവ് ഒന്ന് ഇവിടെ കണക്ട് ചെയ്തു കേട്ടോ. പോസിറ്റീവ് ഈ എൻഡിൽ കണക്ട് ചെയ്തു. ഇത് നെഗറ്റീവ്. അപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ടിംഗ് വയറാണ്. കറണ്ട് ഇങ്ങനെ വരിക. പോസിറ്റീവിലൂടെ നേരത്തെ വയറാണ്. ഇതാ കറണ്ട് വന്ന് ഇതിലൂടെ കടന്നു വന്ന് ഇതിലെ കറങ്ങി ഇതിലെ കയറിയാണ് അങ്ങോട്ട് പോവുക. അതായത് ഇപ്പോ കറണ്ട് ഒഴുകുന്നത് ഈ ഡിറക്ഷനിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് പോളാണ് താഴെ ഇരിക്കുക. നോർത്ത് പോളാണ് താഴെ, സൗത്ത് പോളാണ് മുകളിൽ. അതായത് നോർത്ത് താഴെയും സൗത്ത് മുകളിലുമാണ്. ഡിഫ്ലക്ഷൻ നമുക്ക് പ്രവചിക്കാം. ഫീൽഡ് മുകളിലേക്ക്. ഞാൻ എൻ്റെ ഇടതുകൈയുടെ ചൂണ്ടുവിരൽ ഫീൽഡിന്റെ ദിശയിലേക്ക് പിടിച്ചു. കറണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തുകൊണ്ട് കറണ്ട് അങ്ങോട്ടാണ്. മിഡിൽ ഫിംഗർ അങ്ങോട്ട് നിവർത്തി. ഇനി ഞാൻ തമ്പ് നിവർത്തുകയാണ്. തമ്പ് നിവർത്തുമ്പോൾ തമ്പ് വരുന്നത് ഔട്ട്വേർഡ് ആണ്. അഥവാ പ്രവചനം ശരിയാണെങ്കിൽ എന്തുണ്ടാകണം? സ്വിച്ച് ഓൺ ചെയ്താൽ കണ്ടക്ടർ പുറത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യണം. പരിശോധിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. വൺസ് മോർ, ഇതിനകത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, കുറച്ച് അകത്ത് കയറിയിരിക്കുക. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ബലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ നാം ഇതുവരെ കണ്ട ബലം
വസ്തുക്കളിൽ ട്രാൻസ്ലേറ്ററി മോഷൻ അല്ലെങ്കിൽ തിരശ്ചീനമായ ചലനമുണ്ടാക്കാൻ മാത്രമാണ് സഹായിക്കുന്നത്. എന്നാൽ മോട്ടോറിലോ അല്ലെങ്കിൽ മോട്ടോറുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിലോ സംവിധാനങ്ങളിലോ നമുക്ക് ഇത്തരത്തിലുള്ള ബലമല്ല ആവശ്യമായിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഫോഴ്സ് അല്ല ആവശ്യമായിട്ടുള്ളത്. അവിടെ മോട്ടോറിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ വീല് അല്ലെങ്കിൽ ഷാഫ്റ്റ് കറങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ മോട്ടോർ തത്വമനുസരിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ബലത്തെ ചില അനുയോജ്യമായ ക്രമീകരണങ്ങളുടെ സഹായത്തോടെ അത്തരത്തിലുള്ള, അതായത് മോട്ടോറുകൾ അല്ലെങ്കിൽ വീലുകൾ കറങ്ങുന്ന തരത്തിലുള്ള ബലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.